ഹലോ കുട്ടികളെ, ഞാൻ ടീച്ചർ. ഇന്ന് നല്ലൊരു അടിപൊളി ക്ലാസ് ആണ്, ആരും മിസ് ചെയ്യല്ലേ. അതിനു മുൻപ് ഡോക്ടർ ബിട്ടു എന്താണ് പറയുന്നതെന്ന് കേൾക്കാം. ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ബിട്ടു ഡോക്ടർ. കൂട്ടുകാരോട് ഇന്ന് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പച്ചക്കറികളും പഴങ്ങളും കഴിക്കുന്നതിന് മുൻപ് അവ കഴുകാൻ പഠിക്കുക. സാധാരണയായി പഴങ്ങളുടെയും പച്ചക്കറികളുടെയും പുറംഭാഗത്ത് ഈ കോളി ബാക്ടീരിയ ഉണ്ടാകാറുണ്ട്. കൂടാതെ നിങ്ങളുടെ വീട്ടിൽ എത്തുന്നതിന് മുൻപ് അവ നിരവധി കൈകളിലൂടെ കടന്നുപോകും. അതിനാൽ ശ്രദ്ധാപൂർവം കഴുകിയ ശേഷം മാത്രമേ അവ ഉപയോഗിക്കാവൂ. ഇന്നത്തെ കാര്യം മനസ്സിലായോ? ഹായ് മക്കളെ, അപ്പോ നമ്മൾക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ? ഓക്കെ, ക്ലാസ്സിൽ നമ്മൾ ഇന്നെന്താ പഠിക്കാൻ പോകുന്നേ നോക്കാം. ആഡ് അറ്റ് ദി ടോട്ടൽ നമ്പർ ഓഫ് പിക്ചേഴ്സ്. ഈ പിക്ചേഴ്സിൽ എത്ര ടോട്ടൽ നമ്പർ ഉണ്ടെന്ന് ആഡ് ചെയ്യുക. ദെൻ റൈറ്റ് ദ ഹൗസ് ഓഫ് ദർ ടോട്ടൽസ് ടു. അതിൻ്റെ ഹൗസ് പകുതിയും കൂടി എഴുതുക. സോ ആദ്യം നമുക്കുള്ളത് ബാസ്കറ്റ് ബോൾസ് ആണ്. എത്ര ബാസ്കറ്റ് ബോൾസ് ഉണ്ടെന്ന് നമുക്ക് ടോട്ടൽ ചെയ്ത് എഴുതി വെക്കണം. അതുപോലെ അതിൻ്റെ പകുതി ഹാഫ് എത്രയാണെന്നും കൂടി നമുക്ക് എണ്ണണം. സോ എണ്ണാം. 1 2 3 4 5 and 6. അപ്പോൾ ടോട്ടൽ എത്രയുണ്ട് നമുക്കൊന്നും കൂടി എണ്ണാം. 6 ബാസ്കറ്റ് ബോൾസ് ഉണ്ട്. സോ നമ്മൾ ടോട്ടൽ 6 എന്ന് എഴുതുന്നു. ഓക്കെ അല്ലേ? 1 2 3 4 5 6. ഇനി ഇതിൻ്റെ ഹാഫ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? സോ നമ്മൾ 6 എടുത്തു. 1 2 3 4 5 6. ഇതിൻ്റെ ഹാഫ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 1 2 3 1 2 3. അപ്പം 3 + 3 ആണ് 6. അപ്പോൾ 6ൻ്റെ ഹാഫ് എത്രയാണ്? 3. വെരി ഗുഡ്, 3. നമുക്കൊന്ന് നോക്കി നോക്കാം. നമുക്ക് 3 വരുന്നിട്ട് നമ്മളൊരു പാർട്ടീഷൻ ചെയ്ത്, എന്നിട്ട് 3 ഉണ്ട്, ഇപ്പുറവും 3 ഉണ്ട്. സോ 6ൻ്റെ ഹാഫ് 3 ആണെന്ന് നമുക്ക് മനസ്സിലായി. നമുക്ക് നെക്സ്റ്റ് ഒരു പ്ലെയർ ആണ്, ഒരു ബോയ് ആണ്. അത് എത്ര ഉണ്ടെന്ന് നമുക്ക് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8. അപ്പോൾ ടോട്ടൽ എത്ര ബോയ്സ് ആണുള്ളത്? 8 ബോയ്സ്. അപ്പോൾ നമ്മൾ ഒന്നും കൂടി റീകൗണ്ട് ചെയ്തു, 8 ആണെന്ന് ഉറപ്പിച്ചു. ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് 8 എന്ന് എഴുതി. ഇനി അതിൻ്റെ ഹാഫ് നമുക്ക് എത്ര നോക്കാം. നമുക്ക് 1 2 3 4 5 6 7 8 നമ്മൾ കണ്ടു. അപ്പോൾ അതിൻ്റെ ഹാഫ് 4 + 4 ആണ് 8. സോ 4ൻ്റെ അടുത്ത് നമ്മളൊരു പാർട്ടീഷൻ ചെയ്തു, എന്നിട്ട് നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് കൗണ്ട് ചെയ്തു. അപ്പോൾ 4 ഉണ്ട്, ഇപ്പുറത്തും 4 ഉണ്ട്. സോ നമുക്ക് 4 ആണ് ആൻസർ എന്ന് കിട്ടി. ഓക്കെ, മനസ്സിലായില്ലേ? എങ്ങനെയാണെന്നൊന്നും കൂടി പറഞ്ഞു തരണം. മനസ്സിലായില്ലേ? 3 + 3 6 ആണ്. അതേപോലെ 4 + 4 8 ആണ്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി. സർക്കിൾ ദി ഷാഡോ ദാറ്റ് ഈസ് ദ എക്സാക്ട് കോപ്പി ഓഫ് ദി കളർഫുൾ പിക്ചർ. ഈ കളർഫുൾ ആയിട്ടുള്ള ഈ ഒരു ബോയിൻ്റെ ഈ പിക്ചർ ഉണ്ട്, അതിൻ്റെ എക്സാക്റ്റ് കോപ്പി ആയിട്ടുള്ള അതിൻ്റെ ഷാഡോ, അതായത് നിഴൽ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. സോ ആദ്യം നമുക്ക് ഈ ബോയിൽ എന്തൊക്കെയുണ്ട്? ബോയിൻ്റെ ഹെയർ, ബോയിൻ്റെ കയ്യിലൊരു ബാസ്കറ്റ് ബോൾ, ബോയിൻ്റെ ഷൂസ് കണ്ടല്ലോ. സോ ഇതൊക്കെയാണ് ബോയിൻ്റെ കൈ, അതേപോലെ ബോയിൻ്റെ ട്രൗസർ, ബോയിൻ്റെ ഷർട്ടൊക്കെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഫസ്റ്റ് പിക്ചറാണോ നോക്കാം. ഇതെന്താണ്? മറ്റേതിൽ ബോയ് ബോൾ പിടിച്ച് നിൽക്കുകയാണ് നമ്മൾ ഒറിജിനൽ പിക്ചറിൽ. പക്ഷെ ഇതിലെന്താണ്? ബോയ് ഇരിക്കുകയാണ്. സോ കുത്തിരിക്കുകയാണ്. സോ എന്താണ്? അത് അല്ല, നോ. നമ്മളിനി നെക്സ്റ്റ് ബോയിനെ നമ്മൾ നോക്കി. ഇതിൻ്റെ ബോളിൻ്റെ പൊസിഷൻ എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കിയതിൽ ബോളില്ല, ആ ബ്ലൂവിൽ കണ്ടോ ബോളില്ല. സെക്കൻഡ് ഈ ഓറഞ്ചിൽ ബോളുണ്ട്, പക്ഷെ അതെന്താണ്? ഫുട്ബോളാണ്. നമ്മൾ എന്നിട്ട് തേർഡ് പിക്ചർ നോക്കാൻ പോവാണ്. നമ്മളെല്ലാത്തിനും ബോൾ എന്നുള്ളൊരു ക്രൈറ്റീരിയ നോക്കും. ഫസ്റ്റിൽ ബോളില്ല, സെക്കൻഡിൽ നിലത്താണ് ബോൾ, തേർഡിൽ എന്താണ്? മുകളിലാണ് ബോൾ. പക്ഷെ നമുക്കത് കണ്ടുപിടിക്കാൻ അത് മാത്രം കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ആ മൂന്നാമത്തെ പിക്ചറിൽ ബാക്കിയുള്ളതൊക്കെ കൂടി ശരിയാണോ എന്ന് നമ്മൾ നോക്കുക. അപ്പം നോക്ക്, മുടിയൊക്കെ സെയിം പോലെ ഉണ്ട്, അതിൻ്റെ ഷേഡോ അതേപോലെ ഷൂസിൻ്റെ മാർക്സ് വരുന്ന ആ ഒരു ഷേഡോ വരുന്നുണ്ട്.
ട്രൗസർ ആണെങ്കിലും അതേപോലെ എന്താ ബോയിൻ്റെ കയ്യിലുള്ള ബാസ്കറ്റ് ബോളൊക്കെ കൊണ്ട് നമുക്ക് മനസ്സിലായി അതിൻ്റെ എക്സാക്ട് ഷാഡോ ഇതാണെന്ന്. സോ ഒന്ന് എല്ലാവരും ടിക്ക് ചെയ്ത് വെച്ചു. ഗുഡ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത്. ഒന്ന് നമ്മൾ പിക്ചേഴ്സ് കൗണ്ട് ചെയ്തു, അതിൻ്റെ ഹാഫ് ചെയ്തു, അതേപോലെ ഒരു ബോയ് അതിൻ്റെ ഒരു പിക്ചറിൻ്റെ എക്സാക്റ്റ് ഷാഡോ കണ്ടുപിടിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. എല്ലാവരും ഡോക്ടർ ബിട്ടു എന്താ പറഞ്ഞതെന്ന് കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അത് ലൈഫിൽ എല്ലാവരും എന്താ ചെയ്യണം. അപ്പോൾ താങ്ക് യു, ബൈ, ടേക്ക് കെയർ.